CJP ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി K. സുരേന്ദ്രനുമാണ് കേരളത്തിൽ. ഇവർ രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പാലക്കാട് നിങ്ങൾ കണ്ടതല്ലേ, പാലക്കാട്ട് അവസാന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ കൊടുത്ത പത്രപരസ്യം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഞാൻ അവിടെ ഒരു ഘടകമേ അല്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ അവിടെ സ്ഥാനാർത്ഥിയല്ല, BJPയിൽ നിന്ന് ഞാൻ വിട്ട് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകനായി മാറിയ എന്റെ പേരിൽ 2 പരസ്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ BJPക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ CPMനെ കൊണ്ട് പരസ്യം കൊടുപ്പിക്കുക, എന്നുള്ളതിന്റെ പണം BJP ഓഫീസിൽ നിന്ന് കൊടുക്കുക. അതല്ലേ പാലക്കാട് നടന്നത്? അതിന് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് BJPയിലേക്ക് CPMൽ നിന്ന് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് ഇത്ര വലിയ പുതുമയുള്ളത്? അത് തറവാട്ടിലേക്കുള്ള ഒരു ഘർവാപ്പസി മാത്രമല്ലേ, അതിലപ്പുറം എന്താ ഉള്ളത്? 2 കൂട്ടർ ഒന്നല്ലേ? BJPയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചെഗുവേരയെ കുറിച്ച് വായിക്കാനല്ലേ BJP പ്രവർത്തകരെ ഉദ്ബോധിപ്പിച്ചത്. അപ്പൊ അത്തരം നേതാക്കളൊക്കെയുള്ള പാർട്ടിയല്ലേ. ഞാനതിലേറെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ലല്ല, ഞാൻ അദ്ദേഹം ഉള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഏറെ വൈകിയാണ് അദ്ദേഹം ആ ട്രെയിനിലുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അത് അറിയാൻ കാരണം തിരുവനന്തപുരത്ത് ചില മാധ്യമപ്രവർത്തകർ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, സുരേന്ദ്രൻ നിങ്ങൾ അതേ ട്രെയിനിലുണ്ടെന്ന് പറയുന്നു, അത് കാരണം ഇവിടെ BJP പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, നിങ്ങളെ കണ്ടു എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ കണ്ടതിന് ഞാൻ വെറും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, അതല്ലെങ്കിൽ പ്രാദേശിക നേതാവിനെ ട്രെയിനിൽ കാണുമ്പോഴേക്ക് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിനൊരു സന്ദീപ് ഫോബിയ പിടികൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്നോടുള്ള ഭയം മുഴുവൻ നിങ്ങളോടുള്ള, ഇന്ന് നിങ്ങൾ മൈക്കുമായി അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും, ആ രീതിയായിരിക്കും അദ്ദേഹത്തിന്റെ ശരീരഭാഷ. അപ്പൊ എന്നോടുള്ള ഭയം അല്ലെങ്കിൽ എന്നോടുള്ള എന്തോ ഒരു ഫോബിയ, അത് വാസ്തവത്തിൽ പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പൊട്ടുകയാണ്. അതാണ് മാധ്യമപ്രവർത്തകരോടുള്ള വൈരാഗ്യമായിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ആഫീസിനകത്ത് കയറി എന്നെ കിട്ടാത്തതിന്റെ ദേഷ്യം നിങ്ങളോട് തീർക്കുമോ എന്നുള്ള ഭയമാണ് എനിക്കിപ്പോൾ. ശരി.